ഹായ് ഹലോ വോയിസ് ഓഡിബിൾ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യോ? ഓക്കെ ആണോ? Yes. ഓക്കെ. സോ നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മുടെ തേർഡ് ഡേ ആണ്. സോ നമ്മുടെ ലാസ്റ്റ് ഡേയ്സിലെ സെക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആൻഡ് ചാറ്റ് ബേസിക് ക്ലാസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മുടെ ചാറ്റ് അഡ്വാൻസിലേക്ക് കയറാൻ പോവാണ്. സോ ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? നമ്മൾ ലാസ്റ്റത്തെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും സബ്മിറ്റ് ചെയ്തോ? ഇനി ആരെങ്കിലും പെൻഡിങ് ഉണ്ടോ ചെയ്ത് തീർക്കാൻ? സോ അതുപോലെ തന്നെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തവർ ജസ്റ്റ് പേരും പ്ലേസ് ആൻഡ് അവരുടെ പ്രൊഫഷൻ ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫാസ്റ്റ് ആയിക്കോട്ടെ എല്ലാവരും. ഓക്കെ ഓക്കെ സോ എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, മീറ്റിങ്ങിലുള്ള എല്ലാവരും അവരുടെ പേര് ആൻഡ് പ്ലേസ് ആൻഡ് അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ തേർഡ് ഡേ ആണ് ഇന്നത്തേത്. സോ ഇന്നലെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് ലീവായിരുന്നു, മെഞ്ഞാന്നായിരുന്നു നമ്മളെ ലാസ്റ്റ് ഡേ സെക്ഷൻ ഉണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നുള്ളത് ലാസ്റ്റ് ഡേയിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ബേസിക്സ് ആയിരുന്നു. ചാറ്റ് ജിപിടിയുടെ എന്താണ് പ്രോംപ്റ്റ്, എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രോംപ്റ്റിംഗ് ചെയ്യേണ്ടത്, സോ പ്രോംപ്റ്റിങ്ങിൻ്റെ ബേസിക്സ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലാസ്റ്റ് ഡേ പറഞ്ഞ എല്ലാ ഫങ്ഷൻസിലും മൊഡ്യൂൾസിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് പ്രോംപ്റ്റിംഗ് ചെയ്യാനോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ അതുപോലെ തന്നെ പ്രോംപ്റ്റ് എന്താണെന്ന് മനസ്സിലാത്തവരോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ അതുപോലെ തന്നെ നമ്മൾ പ്രോംപ്റ്റിൻ്റെ കിറ്റ്, കുറച്ച് പ്രോംപ്റ്റ് ഫോർമുലാസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയവർ ജസ്റ്റ് ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർക്ക് നോ കമൻറ്റ് ചെയ്താൽ അവരുടെ ചെക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ ആണോ എല്ലാവർക്കും? സോ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ പ്രണവ് ഓക്കെ ആണ്, റിഫ ഓക്കെ ആണ്, ഷിഫ ഓക്കെ ആണ്. സോ ബാക്കിയുള്ളവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാവരും? കുറച്ച് പേരോടും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. സോ ചെക്ക് ചെയ്യാത്തവർ ഉടൻ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും വാല്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവുക. ഓക്കെ, സോ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇനി ആർക്കും ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സോ നമുക്ക് എന്നാലും ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നുള്ളത് ചാറ്റ് ജിപിടിൻ്റെ അഡ്വാൻസ് ലെവലിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നുള്ളത്. സോ ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. സോ അതുപോലെ പ്രോംപ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, സോ സ്ക്രീൻ വിസിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണോ? കമൻറ്റ് സ്ക്രീന് കാണുന്നുണ്ടോ? Yes. ഓക്കെ, താങ്ക് യു. സോ ഓക്കെ, നമുക്ക് നേരെ എന്നാലും ലൈവായിട്ട് തന്നെ പോകാം. ഓക്കെ, സോ ഞാൻ പ്രോംപ്റ്റ്സ് എടുത്ത് വെക്കാം. എന്നിട്ട്
സോ നമുക്ക് ചാറ്റ് ജി പി ടിന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റാസ് നമുക്ക് എങ്ങനെയൊക്കെ യൂസ്ഫുൾ ചെയ്യാന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു സെഷൻ കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഞാൻ എൻ്റെ ചാറ്റ് ജി പി ടി ആക്കിയ പോലെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്തെടുക്കാന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ചാറ്റ് ജി പി ടിൻ്റെ അഡ്വാൻസ് ലെവലായിട്ടുള്ള പ്രോംപ്റ്റുകൾ അടക്കമുള്ള ഈ ഒരു സെറ്റപ്പിലേക്ക് എങ്ങനെ ചെയ്തെടുക്കാന്നുള്ളത് നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ അതിന് മുന്നായിട്ട് നമ്മൾ ചാറ്റ് ജി പി ടിൻ്റെ ബേസിക് സെക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നുള്ളത്. സോ നമ്മൾ ഇന്നിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. വാട്ട് ഈസ് ചാറ്റ് ജി പി ടി ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ദി ഗൂഗിൾ സെർച്ച്? എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഗൂഗിൾ സെർച്ചുമായിട്ട്? ചാറ്റ് ജി പി ടി എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അതിനുള്ള ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു ആൻസറിനെ ഇനി ഒന്ന് ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഞാൻ അതേ സാധനം ഇനി ഒന്ന് ചാറ്റ് ജി പി ടിയോട് ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറഞ്ഞു. സോ ഇവിടെ തന്നത് കണ്ടോ? സോ ഇതിലൂടെ നമുക്ക് നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് എന്താക്കാം, ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇതിൽ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നുള്ളത് ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. ചാറ്റ് ജി പി ടിക്ക് പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നുള്ളത്. സോ എങ്ങനത്തെ ടൈപ്പ് ഡാറ്റാസ് നമുക്ക് കിട്ടുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രമാണ്. ഓക്കെ, സോ ഇവിടെ കണ്ടോ ആർട്ടിക്കിൾസ് കിട്ടുന്നുള്ളത്. ആർട്ടിക്കിളും ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതിയെടുക്കാം. ഓക്കെ, സോ ദെൻ നമുക്കൊരു സയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ കിട്ടുമോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ചാറ്റ് ജി പി ടിക്ക് സയൻസ് കാര്യങ്ങളൊക്കെ അറിയുമോ എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, സോ ഇവിടെയും അതിനുള്ള റിസൾട്ടും നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, കണ്ടോ? സോ ഇനി ഇതുവാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെമിനാർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എടുക്കും. ഓക്കെ, സോ അതിനനുസരിച്ച് പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് ഇതിനെ ഒരു അസൈൻമെന്റ് ആക്കിയിട്ടും അല്ലെങ്കിൽ ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ സോ അതിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഒരു ന്യൂസ് ലെറ്റർ ആണ് ഇതുണ്ടെങ്കിൽ ന്യൂസ് ലെറ്ററിലേക്കോ നമുക്ക് ഏത് ഫോർമാറ്റ് വേണോ സോ അതിലേക്കൊക്കെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് ഐഡിയാസ് ചാറ്റ് ജി പി ടിനോട് കിട്ടുമോ നോക്കാം. ഞാൻ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത് ജനറേറ്റ് എ ലിസ്റ്റ് ഓഫ് 10 ഇന്നോവേറ്റീവ് ബിസിനസ് ഐഡിയാസ് ഇൻ ദ മാനുഫാക്ചറിങ് സെക്ടറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഇന്നോവേറ്റീവ് ബിസിനസ് ഐഡിയാസിനെ കുറിച്ചാണ് ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. സോ ഇവിടെ തന്നത് കണ്ടോ, കസ്റ്റമൈഡ് 3D പ്രിന്റിംഗ് സർവീസസ്, സ്മാർട്ട് ഫാക്ടറി സൊല്യൂഷൻസ്, റീസൈക്കിൾഡ് മെറ്റീരിയൽ മാനുഫാക്ചറിങ്. സോ നമുക്ക് ഇതിൽ ഇനിയിപ്പോൾ 100 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 100 കൊടുത്താൽ ആ ഒരു മോഡലിലേക്ക് നമുക്ക് സാധനം ചാറ്റ് ജി പി ടി പ്രൊവൈഡ് ചെയ്യും. സോ കണ്ടോ? സോ ഇനി നമുക്ക് ഇതിലേതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ സോ അത് എടുത്തിട്ട് എന്താക്കുക, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തരാൻ പറഞ്ഞാൽ മതി. ഗിവ് ദ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് ദിസ് അഡ്വർടൈസ് സോറി ഈ ഒരു കമ്പനി നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഇതിൻ്റെ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് എങ്ങനെയൊക്കെയാണ്. സോ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരായിരിക്കും, ഏത് കസ്റ്റമേഴ്സിലേക്കാണ് നമുക്ക് ഈ സാധനം എത്തിക്കാൻ പറ്റുക, സോ അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ത്രൂ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ മനസ്സിലായോ? ആ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. സോ കണ്ടോ? സോ അതിൻ്റെ മാർക്കറ്റ് എവിടെയാണ് ഉണ്ടാവുക, ബിസിനസ് കോൺസെപ്റ്റ് എങ്ങനെയായിരിക്കാം അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, ടാർഗറ്റുള്ള ഇൻഡസ്ട്രീസ് ആരാണ്, സോ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ടെക്നോളജിക്കൽ എന്തൊക്കെ വേണം, എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, സോ അങ്ങനത്തെ എല്ലാ ഡാറ്റാസും നമുക്ക് എന്താക്കാം, ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട്
സോ ജനറേറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഏണിങ് ചെയ്യാനും പാസീവ് ഇൻകംസ് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് ഒരു പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇതിന് ഈ ഒരു നിഷ് ബേസ്ഡ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് ആ ഒരു നിഷ് ബേസ്ഡ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ. ഓക്കെ, സോ ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കൊടുത്തു നോക്കാം. സോ വർക്കാവുന്ന നോക്കാം. ചാറ്റ് ജി പി ടി നമുക്കൊരു കവിയാക്കിയിട്ടുണ്ട്. ക്രിയേറ്റ് എ സ്ലോ പോപ്പ് സോങ്സ് ആൻഡ് ടീനേജർ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. സോ തന്നത് കണ്ടോ, ചാറ്റ് ജി പി ടി ഒരു പോയറ്റാക്കി മാറ്റിയിട്ടുള്ളത്. സോ ഇനി വേണം നമുക്ക് ഇതിലേക്കൊരു സ്റ്റോറി ആക്കണമെങ്കിൽ സ്റ്റോറി തരും. ഇനി കഥാപ്രസംഗമാണോ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, ഏത് ടൈപ്പിലുള്ളതാണോ വേണ്ടത്, ഏത് ഫോർമാറ്റിലുള്ളതാണോ വേണ്ടത്, സോ അത് തരും. നിങ്ങൾക്ക് ഇനി ഒരു ഫോർമൽ സാധനമാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. ഫണ്ണി ആയിട്ടുള്ളതാണെങ്കിൽ അത് ആ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. എന്ത് വേണോ ആ ഒരു രൂപത്തിലേക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ കണ്ടോ, സോ ഇതൊക്കെ ടീച്ചേഴ്സിന് ചെറിയ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ആ ഒരു കാറ്റഗറിക്ക് മനസ്സിലാവുന്ന ഏത് ഏജ് സ്റ്റുഡൻസ് ആണോ ആ ഒരു ഏജ് കാറ്റഗറിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഫോർ തേർഡ് ഗ്രേഡ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പറ്റിയ ഒരു രൂപത്തിൽ ചെയ്തെടുക്കാൻ പറഞ്ഞു. സോ ഇവിടെ തന്നത് കണ്ടോ, in the word of color, where is the sun? Meet the sky. Let's talk about the learning. It's give its try. Grab your pencil and your books. Go on to request. And the land of knowledge, where is the land is best? Number, letters, dancing the things, and ABCS 1 2 3. The time to explore. സോ കണ്ടില്ലേ, അവർക്ക് എങ്ങനെയാണോ മനസ്സിലാവുക സോ ആ ഒരു ടൈപ്പിലേക്കുള്ള ഇതിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പ്രൊഫഷണൽസ് രൂപത്തിലാണ് വളരെയധികം എന്താ പറയുക ഇനിയിപ്പം നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും കവികൾ ആരെങ്കിലും ഉണ്ടോ, സോ അവരെ എഴുതിയാൽ എങ്ങനെ ഇരിക്കുമോ ആ ഒരു രൂപത്തിലേക്കുള്ള കവിത നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. സോ കവികൾ ആരൊക്കെയാണുള്ളത്, നിങ്ങൾക്ക് അറിയുന്ന കവിതകൾ ഉണ്ടെങ്കിൽ അവരുടെ പേര് കൊടുത്താൽ നമുക്ക് ആ ഒരു കവി എങ്ങനെ ആയിരിക്കുമോ ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ടാകുക ആ ഒരു രീതിയിലുള്ള വർണ്ണി ചെയ്ത് എടുക്കാൻ നമുക്ക് പറ്റും. ഇനി വേണമെങ്കിൽ ഇതൊന്ന് മലയാളത്തിലാക്കി നോക്കാം. മലയാളം കുറച്ച് കടുംകട്ടിയാണ്. സോ നമുക്ക് ആ ഒരു സാധനം ഇതൊന്ന് കിട്ടിയാൽ വേണമെങ്കിൽ കുറച്ച് എഡിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയിട്ട് നമുക്ക് എന്താക്കാം മലയാളത്തിലും ഈ സാധനം യൂസ് ചെയ്യാം. ഈവൻ അതായത് നിങ്ങളൊരു പോയം ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കോമ്പറ്റീഷൻ മത്സരിക്കുക അല്ലെങ്കിൽ ഒരു മാഗസിൻസിലേക്ക് നിങ്ങൾക്ക് കണ്ടന്റ് എഴുതാൻ പറഞ്ഞാൽ സോ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ എന്താക്കാം ഒരു കണ്ടന്റ് എടുക്കാം. സോ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കോപ്പിറൈറ്റഡ് എവിടെയും വരികയില്ല, കാരണം ഈ ഒരു സാധനം വേറെ ആർക്കും കിട്ടുകയില്ല. നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾ ഇതേ പ്രോംപ്റ്റ് മറ്റൊരാൾ കൊടുത്താലും സാധനം വേറെ ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രൂപത്തിലും ഇതിനെ യൂസ്ഫുൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ ഞാൻ ഒന്ന് ചാറ്റ് ജി പി ടി എൻ്റെ ഒരു സോഷ്യൽ മീഡിയ മാനേജറായിട്ട് കൊടുക്കുകയാണ്. എനിക്ക് കുറച്ച് ഐഡിയാസും ക്രിയേറ്റീവ്സും കണ്ടൻസും ഒക്കെ വേണം. സോ ഇവിടെ തന്ന് കണ്ടോ, പോസ്റ്റ് അബൌട്ട് ടെക്നോളജി റിലേറ്റഡ് പോസ്റ്റ് ഇടാനായി ഞാൻ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. സോ അതിനെക്കുറിച്ചുള്ള എനിക്ക് പറഞ്ഞത് കണ്ടോ, സോ ആ ഒരു ടോപ്പിക്കിൽ അതായത് ഒരു അക്കൗണ്ട് മാനേജ് ചെയ്ത് ഫുൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് സാധനം എടുക്കാൻ വേണ്ടി നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിയിലേക്കും നമുക്കിത് ഹെൽപ്പ് ആവും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ചാറ്റ് ജി പി ടിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഇംഗ്ലീഷ് വേർഡിനെ ഞാൻ എന്താക്കി അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ കിട്ടിയത് കണ്ടോ, സോ ഞാൻ അത് ഹിന്ദിയിലേക്ക് മാറ്റാൻ പറഞ്ഞു. സോ ഹിന്ദിയിലേക്ക് മാറ്റി തരുന്നുണ്ടോ, സോ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലേക്കാണോ വേണ്ടത് ആ ഒരു ലാംഗ്വേജിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിലൂടെയൊക്കെ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ജോബ്സ് വരെ നമുക്ക് റീപ്ലേസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ വേറൊരു ട്രാൻസ്ലേറ്റർ ആവശ്യം നിങ്ങൾക്ക് വരില്ല.
ഏത് കണ്ടന്റ് കിട്ടിയാലും നിങ്ങൾക്ക് ഏത് പ്രൊഫഷണൽ ആണെങ്കിലും ഇൻ ഫ്യൂച്ചർ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും സോ നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ടുക. എന്നിട്ട് എന്താക്കുക, സമ്മറൈസ് ചെയ്യുക. സമ്മറൈസ് ചെയ്തിട്ട് ഡാറ്റ പോയിന്റ് വൈസ് ആക്കി എടുക്കുക. സോ അത് നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻസോ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കോളേജിൽ തന്നെ ഒരു അസൈൻമെന്റ് സെമിനാർ എടുക്കാനുണ്ട്, ഒരു ടോപ്പിക് ഉണ്ട്, സോ അത് നേരെ ChatGPT കൊടുക്കുക, എന്നിട്ട് അതിന്റെ മലയാളം എടുക്കുക. ദെൻ അതിൽ തന്നെ ഇംഗ്ലീഷിലോ ജസ്റ്റ് പോയിന്റ് വൈസ് ആക്കി സമ്മറൈസ് ചെയ്തിട്ട് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ചെയ്തു തരാൻ പറയാം. സോ ആ ഇമ്പോർട്ടൻറ്റ് മെയിൻ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കുക, പ്രസന്റേഷൻസ് എടുക്കുക, ക്ലാസ്സുകൾ എടുക്കുക, സെമിനാറുകൾ എടുക്കുക. സോ അതിലൂടെ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഈസി ആക്കാനും കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് അറിയുന്ന ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കാനും പറ്റും. ഓക്കെ, സോ ക്ലിയർ ആണോ? സോ അതുപോലെ തന്നെ ഇതിൽ കമ്പ്യൂട്ടർ സയൻസ്, CS, MCA പഠിച്ചവരുണ്ടെന്ന് തോന്നുന്നു. സോ അവർക്ക് പറ്റുന്ന ഒരു സാധനം കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, കോഡ് ഫോർ ഞാൻ ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഡാറ്റ കോഡാണ് ചോദിച്ചിട്ടുള്ളത്. HTML കോഡാണ് അല്ലെങ്കിൽ CSS കോഡാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതായത് ആ ലാൻഡിംഗ് പേജിൽ നിന്ന് നമുക്ക് ഡാറ്റാബേസ് കളക്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു HTML സൈറ്റ് ക്രിയേറ്റ് ചെയ്താണ്ടോ, സൈറ്റിന് വേണ്ടിയിട്ടുള്ള കോഡ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. സോ HTML സൈറ്റ് ആയിട്ടാണ് ഇത് തന്നിട്ടുള്ളത്. ഇനി ഇത് വേണമെങ്കിൽ ഇൻ ജാവയിലേക്ക് മാറ്റണമെങ്കിൽ ജാവയിലേക്കാകാം. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണോ വേണ്ടത്, സോ ആ ഒരു ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് എന്താക്കാം, യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കോഡുകൾ ഇട്ടിട്ട് അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വരെ ChatGPT യൂസ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലേക്കുള്ളതാണോ വേണ്ടത്, ഏത് ടൈപ്പ് വെബ്സൈറ്റ് ആണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, സോ അതിലേക്കുള്ള ഡൗട്ടുകൾ എന്ത് വന്നാലും നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ അത് ക്ലിയർ ചെയ്ത് തരും. സോ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് നേരെ കോപ്പി, ഇവിടെ നേരെ കോപ്പി കോഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താക്കാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല, മീൻസ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യിക്കേണ്ടത് റണ്ണിങ് സ്റ്റേജിലേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിൽ BCA പഠിക്കുന്ന ആരോ ഒന്നുണ്ടായിരുന്നല്ലോ, സോ യൂസ് ചെയ്തിട്ടുണ്ടോ ഇത്? ആരായിരുന്നു എന്നുള്ളത് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. സോ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? BCA ഓർ MCA പഠിക്കുന്ന ആരോ ഒന്നുണ്ടായിരുന്നല്ലോ, നമ്മളതിൽ രജിസ്ട്രേഷൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഷഹാൻ. ഓക്കെ, ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാനൊരു കോഡ് നോക്കിയിട്ടുണ്ടായിരുന്നു സാർ. വർക്ക് തന്നപ്പോ ഞാൻ കോഡ് ചെയ്തു. ഓക്കെ, അതെ, എങ്ങനെയുണ്ട്? ഇതല്ല സീന്റെ കോഡ് നന്നായിട്ട് കിട്ടി. ഓക്കെ, അതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെ ഹെൽപ്ഫുൾ ഉണ്ടോ? അതായത് നിങ്ങളുടെ ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ കോഡ് പെട്ടെന്ന് ചെയ്ത് തീർക്കാനൊക്കെ പറ്റുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കോഡ് കിട്ടി. യൂട്യൂബിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കോഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഓക്കെ, ഞാൻ ഇതിൽ നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് കോഡ്, നല്ല ഷോർട്ട് ആയിട്ടുള്ള കോഡ് തന്നെ, പക്ഷെ കറക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ. അതാണ്, അതായത് നിങ്ങൾക്ക് അതിലുള്ള കറക്റ്റ് ഡാറ്റ ഇതിലുണ്ടാവും. നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ളവർ ഈ ഒരു AI പഠിക്കാത്തവരെന്താ ചെയ്യുക? ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് യൂട്യൂബ് തപ്പി 10-20 മിനിറ്റ് ടൈം കളഞ്ഞ് എന്താക്കും, അത്രയും ടൈം വേസ്റ്റ് ആക്കിയിട്ട് അവർക്ക് പിന്നെ അവസാനം സാധനം കിട്ടുകയുണ്ടാവില്ല. ചിലപ്പം സബ്മിറ്റ് ചെയ്യുന്ന ടൈമിന് റിജക്റ്റ് ആവുകയും ചെയ്യും, കറക്റ്റ് ഡാറ്റ കിട്ടൂല. ഞാൻ കൊറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കി, കൊറേ ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കാം, യെസ്, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. യെസ്. ഇപ്പം തന്നെ യൂസ്ഫുൾ ആയില്ലേ? അതാണ്, ഇതിലേക്കൊന്ന് ജസ്റ്റ് നല്ല കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ മാറ്റി ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്, ഫോർമുലാസ് നമുക്ക് കിട്ടും. സോ അത് ആ, മാക്സിമം യൂസ് ചെയ്യാം. സോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കരിയറിലേക്കും, ഈവൻ BCA മാത്രമല്ല ഏത് കാറ്റഗറി ആയാലും നിങ്ങൾക്ക് അതിലൊക്കെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ രംഗത്തായാലും വർക്കിംഗ് പ്രൊഫഷണൽസിലായാലും ഏത് രീതിയിലേക്കും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നമ്മളിതിലൊരു കളക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നല്ലോ, സോ നിങ്ങൾക്ക് മെയിൽ അയക്കാനും അതിനൊക്കെ ChatGPT യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന കണ്ടന്റുകൾക്ക് റീറൈറ്റ് ചെയ്യാനും അതിലേക്കുള്ള റിപ്ലൈ മെയിൽ കൊടുക്കാനോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോംപ്റ്റിന്റെ ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. ആ കാര്യങ്ങൾ ഇതാക്കിയാൽ മതി. അതിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ നിങ്ങളെ ഫ്രണ്ടിനോട് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് അതിന്റെ ഡാറ്റ തരാൻ ഒരു അറിവുള്ള ഒരു ആള് നിങ്ങളുടെ മുന്നിലുണ്ട്, അവരോട് എങ്ങനെയാണോ നമ്മൾ ഡാറ്റ ചോദിക്കുന്നുള്ളത് ആ ഒരു ടൈപ്പിൽ ഡാറ്റ നമ്മൾ ചോദിച്ചാൽ മതി. ആ ഒരു ഫോർമാറ്റ് മാത്രം കീപ്പ് ചെയ്താൽ മതി ബേസിക് ആയിട്ട്. അഡ്വാൻസിലേക്ക് പോകുമ്പോൾ ആണ് കറക്റ്റ് ആയിട്ട് ടൈം ഇല്ലാത്തപ്പോൾ ആ ഒരു ഇത് നോക്കിയാൽ മതി. ടൈം ഉള്ളപ്പോൾ നല്ലോണം ചെയ്യുകയാണെങ്കിൽ
മാക്സിമം ഇതന്നെ കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ഒറ്റ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ കിട്ടും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ജസ്റ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇനി ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡാറ്റാസ് നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ടോ? മീൻസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ഡാറ്റാസ് നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ടോ? ഡൗട്ട് ഉണ്ടോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ? നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതുവരെ എടുത്ത സെക്ഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ജസ്റ്റ് ഒന്ന് ഓക്കെ ആയിട്ടാൽ നമുക്ക് നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, സ്റ്റീവ് സാറിനാണെങ്കിൽ നമുക്ക് യൂട്യൂബിലേക്കുള്ള കണ്ടന്റുകൾ, ഇൻസ്റ്റഗ്രാമിലേക്കുള്ള കണ്ടന്റുകൾ, കാര്യങ്ങളൊക്കെ ചാറ്റ് ജി പി ടി ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള യൂട്യൂബിനൊക്കെ വേണ്ടിയിട്ടുള്ള തമ്പനയിൽ, യൂട്യൂബ് ആഡ് കോപ്പി, ആഡ് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ്, ഹാഷ്ടാഗ്സ്, ഇവൻ എന്ത് അതിലേക്കുള്ള സ്ക്രിപ്റ്റ്, വീഡിയോൻ്റെ സ്ക്രിപ്റ്റ് എടുക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. യാ ഓക്കെ ഷുവർ. സോ അതിന് എടുക്കാനുള്ള കുറച്ചുകൂടി സിമ്പിൾ വേയിൽ സാധനങ്ങൾ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? സോ ഓക്കെ, നമുക്ക് നാളെ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. സോ ഇതിൽ ആരൊക്കെ സിസ്റ്റം യൂസ് ചെയ്യുന്നുള്ളത്? ലാപ്ടോപ്പ് കയ്യിലുള്ളവർ ആരൊക്കെ ഉള്ളത്? സോ സിസ്റ്റംസ് കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് അതായിട്ട് മുന്നിലിരുന്നാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ആർക്കൊക്കെ കയ്യിലുള്ളത്? ലാപ്പ് ഉള്ളവർ, സിസ്റ്റംസ് ഉള്ളവർ, അല്ലെങ്കിൽ പാഡ്, ഐപാഡ് ഓർ ടാബ്ലറ്റ്സ് കയ്യിലുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടോ. എനിവൺ? ഓക്കെ ഓക്കെ ഓക്കെ, സോ ഓക്കെ. സോ അതിലായിരിക്കും ഒന്നുകൂടി യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാൻ പോകുന്നുള്ളത് എൻ്റെ ചാറ്റ് ജി പി ടിയെ പോലെ നിങ്ങളെ ചാറ്റ് ജി പി ടി നമ്മളാക്കാൻ പോവാണ്. സോ ഈ ഒരു ടൈപ്പിലേക്ക് കണ്ടോ, എവിടെതാ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ വേണ്ടത്, മാർക്കറ്റിംഗ് ആണ്, ഏത് കാറ്റഗറിയിൽക്കുള്ളതാണോ വേണ്ടത് അത് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ ഏത് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണോ, സോ കണ്ടോ, ഗെയിംസിനോ ഡിസൈൻസിനോ ഡാലിക്കാണ്, ഏതിനാണോ വേണ്ടത്, വെബ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അതിനുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. സോ ദെൻ ഏത് ട്രെൻഡിങ്ങിലേക്കുള്ളതാണ്, ദെൻ മോഡൽ ചാറ്റ് ജി പി ടീൻ്റെ 4 അടക്കം ഞാൻ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നുള്ളത്. സോ ഇത് ഞാൻ ഷെയർ ചെയ്ത് തരാം. സോ ഇവിടെ ബ്രൗസിംഗ് ഫീച്ചേഴ്സ് അടക്കം അവൈലബിൾ ആണ്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പ്രീ ജനറേറ്റഡ് പ്രോംപ്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും. ഏകദേശം 4645ഓളം പ്രോംപ്റ്റുകൾ ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, യൂട്യൂബ് സ്ക്രിപ്റ്റ് ക്രിയേറ്റർ, ദെൻ ഒരു ബുക്ക്, ഓൺലൈൻ ബുക്ക് നമുക്ക് ലോഞ്ച് ചെയ്യാനുള്ള ബുക്കിൻ്റെ ഫുൾ കണ്ടന്റ് ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഒരു മന്ത്ലി കലണ്ടർ ക്രിയേറ്റ് ചെയ്യാനോ, ഒരു കീവേഡ് സ്ട്രാറ്റജീസ് ആണോ, ദെൻ അതുപോലെ ഒരു ആർട്ടിക്കിൾ എഴുതാനാണോ, ഗൂഗിളിൽ സെർച്ചിൽ വരുമ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണോ, ദെൻ എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആണോ, ഉണ്ടല്ലോ ഇവിടെ ഒരു ഹ്യൂമൺ എങ്ങനെയാണോ എഴുതിയാൽ ഉണ്ടാവുക ആ ഒരു ടൈപ്പിലുള്ള അസൈൻമെൻറ്റ് നമുക്ക് ചെയ്തെടുക്കാം. ദെൻ പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് ചാറ്റ് ജി പി ടി 4 നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. സോ നിങ്ങളുടെയൊക്കെ ടൈം അത്രത്തോളം നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഓ സോറി, സ്ക്രീന് കാണുന്നില്ലായിരുന്നു അല്ലേ? സോറി സോറി, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ, ഇപ്പോൾ വിസിബിൾ ആണോ സ്ക്രീന്? സ്ക്രീൻ വിസിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ കണ്ടോ, ഇവിടെ ചാറ്റ് ജി പി ടി ഈ ഒരു ടൈപ്പിലേക്കാണ് നിങ്ങളുടെ ചാറ്റ് ജി പി ടി ഇനി നമ്മൾ ടെക്സ്റ്റ് മാറ്റാനായിട്ട് പോകുന്നുള്ളത്. സോ ഇവിടെ കണ്ടോ, ഇവിടെ ടോപ്പിക് എന്നുള്ള സെക്ഷൻ എടുത്താൽ ഇവിടെ കണ്ടോ, ഇവിടെ ടോപ്പിക്ക് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏതിലേക്കാണോ വേണ്ടത് ആ ഒരു ടോപ്പിക്സ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സോ ആ ഒരു കാറ്റഗറിക്കുള്ളത് മാത്രമായിട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഇവിടെ കണ്ട വെബ് ഡെവലപ്മെൻറ്റ് പോലത്തെ ടെക്സ്റ്റ് സമ്മറൈസിങ്, ഡിസൈനിങ്, അക്കൗണ്ടിങ്, ഏത് ഫീൽഡാണോ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അത് സോർട്ട് ചെയ്യാൻ പറ്റും ഏത് ടൈപ്പിലുള്ളതായിട്ടാണ് വേണ്ടത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്താണോ കാര്യങ്ങൾ. പിന്നെ അതുപോലെ ചാറ്റ് ജി പി ടിൻ്റെ 4 അടുക്കുള്ള വെബ് ബ്രൗസിങ് അടുക്കുള്ള ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ദെൻ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട്
ഒരു സെർച്ചിൻ്റെ ഏരിയയോട് കാണാം. സോ ഇവിടെ വന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ ഒരു അസൈൻമെൻ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അസൈൻമെൻറ്റ് വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ഇവിടെ തന്നെ കണ്ടോ. സോ ഞാൻ ഇവിടുന്ന് ഒരു അസൈൻമെൻറ്റ് ടോപ്പിക് ചെയ്യാൻ പോവാണ്. സോ ഇവിടുന്ന് ഞാനത് സെലക്ട് ചെയ്തു. ദെൻ ഞാൻ ഇവിടുന്ന് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ടോപ്പിക്ക് മാത്രം ഇവിടെ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി പ്രോംപ്റ്റുകളൊക്കെ ഇതിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഏറ്റവും ചെയ്യാൻ നല്ലതെന്ന് പറയുന്നത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പ്രോംപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്താണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. സോ അതാകുമ്പോൾ നമുക്കൊന്നുകൂടി കംഫർട്ട് ആയിരിക്കും. ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നുള്ളത്. ഓക്കെ, ഇവിടെ കണ്ടോ. ജസ്റ്റ് ആ ഒരു ഇത് കൊടുത്താൽ മാത്രം മതി. അതിനനുസരിച്ചുള്ള അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്ക്, ഇൻട്രൊഡക്ഷൻ, ബോഡി, ഏതാണോ സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത്, കൺക്ലൂഷൻ, ദെൻ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, ദെൻ ഇവിടുന്ന് നെക്സ്റ്റ് പേജ് പോയാൽ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ബ്ലോഗ്, റിസോഴ്സ്, ഫേസ്ബുക്കിലേക്ക് ആഡ് റൺ ചെയ്യുന്നവർക്ക് ബ്ലോഗിങ്, സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻസുകൾ, ഷോർട്ട് സ്റ്റോറി ജനറേറ്റ് ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡാറ്റനെ ഒരു ഹ്യൂമൻ റൈറ്റിലേക്ക്, ഒരു ഹ്യൂമൺ എങ്ങനെയാണോ എഴുതാറുണ്ടാവുക ആ ഒരു രൂപത്തിലേക്ക് മറ്റും മാറ്റാൻ പറ്റും. മിഡ് ജേണിയിലേക്കുള്ള പ്രോംപ്റ്റുകൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. സോ ഒരു കണ്ടില്ലേ, വെബ്സൈറ്റ് സമ്മറൈസ് ചെയ്യാൻ, അതിൻ്റെ അനലൈസ് ചെയ്യാൻ, പ്രൊഫഷണൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻസ്, ക്വാറ പോലത്തെ സൈറ്റുകൾക്ക് ആൻസേഴ്സ് എഴുതി കൊടുത്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ക്വാറ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ലിങ്കുകളായിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. സോ ആ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം എല്ലാവരും കയറിയിട്ടുണ്ടാകുന്ന ഒരു സൈറ്റാണ് ക്വാറ എന്നുള്ളത്. സോ അതിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഓരോരുത്തർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് നമുക്ക് ആൻസേഴ്സ് പറഞ്ഞു കൊടുത്തോണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ അതിന് ഈ ഒരു സാധനങ്ങളൊക്കെ യൂസ് ചെയ്താൽ ക്വാറ പോലത്തതിൻ്റെ ഈ ഒരു റിസൾട്ട് എടുക്കാൻ, സോ അതിൻ്റെ ആൻസർ എടുക്കാൻ വേണ്ടി ChatGPT യൂസ് ചെയ്തിട്ട് ആൻസേഴ്സ് കണ്ട് പിടിച്ചു കൊടുക്കുക. സോ അത് ത്രൂ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഏൺ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാനത് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. 1 മിനിറ്റ്. സോ ഓക്കെ, ഞാൻ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ കയറിയാൽ മതി. നേരെ നിങ്ങൾ അത് ഗൂഗിളിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരെ ഗൂഗിളിലേക്ക് കയറുക. ഏത് ക്രോമിലാണോ അല്ലെങ്കിൽ ഏത് വെബ് ബ്രൗസിങ്ങിലാണോ നിങ്ങളുടെ ChatGPT ഉള്ളത്, സോ അതിലേക്ക് കൊടുക്കുക. സോ ഈ ഒരു ലിങ്ക് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക. സോ നേരെ അവിടുന്ന് ആഡ് ടു ക്രോം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം, ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കാം. സോ ഇവിടെ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, സോ ഓക്കെ, കണ്ടോ, ഇത്ര മാത്രമേ പണിയുള്ളൂ. സോ ആ ലിങ്ക് വെച്ച് കയറിയാൽ മാത്രം മതി. സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ആവുന്നുണ്ടാവുക. സോ സിസ്റ്റം ഉള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇപ്പം ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരണോ? സോ അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. സോ അത് ഫോളോ ചെയ്തിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ കണ്ടോ. സോ ഇത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ ലിങ്ക് കയറുക, ദെൻ ജസ്റ്റ് ആഡ് ടു ക്രോം കൊടുക്കുക, എക്സ്റ്റൻഷൻ എനേബിൾ ചെയ്യുക. സോ ദെൻ ഒന്ന്
ചാറ്റ് ജി പി ടിയിൽ പോവുക, ഒന്ന് റിഫ്രഷ് ചെയ്താൽ മാത്രം മതി. സോ നിങ്ങൾക്ക് ആ ലിങ്ക് ത്രൂ കയറിയാൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ചാറ്റ് ജി പി ടിയിലേക്കും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ക്ലിയർ ആണോ? നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള ട്രിക്ക് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ ബാക്കി എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, ക്ലിയർ ആയിട്ടില്ല. സോ ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ അത് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ ഒന്നുകൂടി ഇതന്നെ ഒന്നുകൂടി കാണിച്ചു തരാം. 1 മിനിറ്റ്. സോ നിങ്ങൾ ലിങ്ക് ഓപ്പൺ ആക്കിയാൽ ഡയറക്റ്റ് പോകുന്നുണ്ടാവുക ഈ ഒരു ഫോർമാറ്റിലേക്കാണ് നിങ്ങൾക്ക് നേരെ കയറുന്നുണ്ടാവുക. ആ ലിങ്ക് നേരെ കയറിയാൽ ഈ ഒരു പേജിലേക്കാണ് എത്തുന്നുണ്ടാവുക. ഓക്കെ, സോ ദെൻ നിങ്ങൾക്ക് ഇവിടെ ആഡ് ടു ക്രോം എന്നുള്ളത് മുകളിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദെൻ അവിടെ ഒന്ന് ആഡ് ടു ക്രോം കൊടുക്കുക. ദെൻ ഇവിടെ ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ ഇവിടെ എന്താക്കുക, ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ളത് എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് അത് മാത്രം കൊടുത്താൽ മതി. ആകെ ഇത്ര ഒരു 2 ക്ലിക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചാറ്റ് ജി പി ടിയിൽ വരിക. ദെൻ കുറച്ച് ചെറിയൊരു ടൈം എടുക്കും. ദെൻ ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. സോ ഇവിടെ ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ആയത് കണ്ടോ? ഇപ്പം ക്ലിയർ ആയിണ്ടോ? മനസ്സിലായിണ്ടോ പ്രണവ്? മനസ്സിലായിണ്ടോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്തേ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ, ചെയ്ത് നോക്കുന്ന ടൈമിൽ ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ദെൻ നമുക്ക് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നുള്ളത് 1 മിനിറ്റ്. സോ നിങ്ങൾക്ക് ഇതുപോലെ പ്രോംപ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ടൂൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ കാണിച്ചു തന്ന ലിങ്കിൽ വെച്ചോ അല്ലെങ്കിൽ ഞാനിപ്പം രണ്ടാമത് ഷെയർ ചെയ്യുന്ന ലിങ്ക് വെച്ചോ നിങ്ങൾക്ക് കയറാൻ പറ്റും. സോ അതിൻ്റെ ലിങ്കും ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരാം. സോ ഇതും ഒന്ന് നമുക്ക് ഇതേ സെറ്റപ്പ് തന്നെയാണ്. നേരെ അവിടെ ആഡ് ടു ക്രോം കൊടുക്കാം, ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കാം. സോ ഇവിടെയും കണ്ടോ ഒരുപാട് പ്രോംപ്റ്റുകൾ. ഈ ഒരു വീക്കിൽ ഏതാണ് നമുക്ക് വേണ്ടത്, സോ ആ ഒരു ടൈപ്പിലുള്ളതിൻ്റെ ഡാറ്റാസ് ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തവർ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ചെയ്തെടുക്കാൻ പറ്റും. ഡാറ്റ അനലൈസ്, ഓക്കെ. സോ പ്രിൻസിപ്പിൾസ്, 80-20 പ്രിൻസിപ്പിൾസ്, 1 ക്ലിക്ക് ഇ ബുക്ക് ഫോർ കിഡ്. സോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, സോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോംപ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ട് ലാംഗ്വേജ് ഏതാണോ വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യാം. ടോൺ ഏതാണോ വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യാം. സെൻഡ് ടു ചാറ്റ് ജി പി ടി കൊടുത്താൽ അല്ലെങ്കിൽ ബാർഡിലേക്ക് ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റിലേക്ക് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ ഇതും നിങ്ങൾക്ക് ഏതാണോ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന തോന്നുന്നുള്ളത് അത് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ചെയ്യാൻ ഒന്നുകൂടി ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ ആയിരിക്കാം ഒന്നുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഒരുപാട് പേർക്ക് വരാറുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ലിങ്കും ഞാൻ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒന്ന് കമൻറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ അതും ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസിൽ നിന്ന് What exactly is the sandbox then? It's a 3D metaverse. The building blocks are സോ നമുക്ക് യൂട്യൂബ് വീഡിയോസ് കാണാണ്ട് ഏകദേശം നിങ്ങളുടെ അതായത് ഒരു 10 മിനിറ്റുള്ള 20 മിനിറ്റുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാണ്ട് അതിലുള്ള ഡാറ്റാസ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതായത് ഒരു
20 മിനിറ്റുള്ള വീഡിയോ, ആ വീഡിയോൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടണം. പക്ഷേ ആ വീഡിയോസ് കണ്ട് തീർക്കാനുള്ള ടൈം നമ്മുടെ കയ്യിലല്ല. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വേറെ ഒരാളെ കൊടുത്തിട്ട് എഴുതിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ വേറൊരാളെ കൊടുത്തിട്ട് നമുക്ക് അതിലുള്ള ഡാറ്റാസ് എടുത്തു തരാൻ അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് തന്നെ അത് ചെയ്തെടുക്കാം. സോ അതായത് ഞാൻ ഇവിടുന്ന് Hey, what's going on, everybody? हाय एवरीवन एंड वेलकम टू अपना कॉलेज। आज हम बात करने वाले हैं ऐप डेवलपमेंट के बारे में। तो डेली ഓക്കെ, സോ ഇത് നേരെ വന്നാലുണ്ടാകുന്നത് നമുക്ക് എങ്ങനെ കിട്ടുന്നത് നോക്കാം. ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ആക്കാം. ഓക്കെ, ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കണ്ടോ, ഈ ഒരു വീഡിയോയിൽ ഓരോ മിനിറ്റിലും എന്താണെന്ന് പറയുന്നുള്ളത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണിക്കുന്ന കണ്ടോ. അതായത് മിസ്റ്റർ പെർഫെക്റ്റിൻ്റെ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ കണ്ടൻസ് ആണോ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, സോ അതിനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഒരു 10 പോയിന്റ്സിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, हाय एवरीवन एंड वेलकम टू अपना कॉलेज। आज हम बात करने वाले हैं സോ ഇവിടെയും കിട്ടിയതുണ്ടോ, ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എന്നുള്ളതിൻ്റെ കണ്ടൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ മിനിറ്റിലും എന്തൊക്കെയാണ് പറയുന്നത്. സോ ഈ ഒരു സാധനം നേരെ നമുക്ക് ChatGPT-യിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ 10 പോയിന്റ്സ് ആക്കി തരാൻ പറയാം. രണ്ടിലും കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിലെ കണ്ടൻസ് എന്താണോ എന്നുള്ളത്. സോ അതിവിടെയും കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെയും കണ്ടോ, ആ വീഡിയോയിൽ പറയുന്നുള്ളത് എന്താ, സാംസങ് S24 അൾട്രനെ കുറിച്ചാണ് പറയുന്നുള്ളത്. ഇൻ ഫ്യൂച്ചർ വരാനുള്ള ഇതിനെക്കുറിച്ചാണ് പറയുന്നുള്ളത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടിയതുണ്ടോ, എന്തൊക്കെയാണ് ഏതൊക്കെ മിനിറ്റിൽ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ടോപ്പിക്കുകളാണ് അവർ കവർ ചെയ്തിട്ടുള്ളത്. സോ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയത് കണ്ടോ. ആ ഒരു ഏകദേശം എത്ര മിനിറ്റ് ഉണ്ട് വീഡിയോ, 8 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. സോ ആ 8 മിനിറ്റ് നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് ആ 8 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ കവർ ചെയ്യുന്നുള്ളത്, എന്തിനെക്കുറിച്ചൊക്കെ കവർ ചെയ്യുന്നുണ്ടോ, സോ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടൈം വെച്ചിട്ടും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മിനിറ്റിലാണ് നമ്മളുടെ നമുക്ക് കിട്ടേണ്ട ഡാറ്റാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സോ ആ ഒരു ടൈം സെലക്ട് ചെയ്താൽ നമുക്ക് അതിൽ നമുക്ക് കണ്ടന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സോ അതേ സാധനം തന്നെ നമ്മളിവിടെ ഒരു ഹിന്ദി വീഡിയോൻ്റെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത് തന്നെ നമ്മൾ എന്താക്കി, ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിലെ ഒരു പോയിന്റ്സ് ആക്കിയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞതിന് ഒരു 10 പോയിന്റ്സ് ആക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ ഇവിടെ കണ്ടോ, എന്തിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നുള്ളത്, എന്തൊക്കെയാണ് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് സ്റ്റഡീസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യൂസ്ഫുൾ ആണ് ഈ സംഭവം. എങ്ങനെയുണ്ട്, നിങ്ങളുടെ ടൈം അത്രത്തോളം ഫാസ്റ്റ് ആക്കുമോ ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ? എങ്ങനെയുണ്ട്, യൂസ് ആകുമോ ഈ സാധനം? നിങ്ങളുടെ അത്രത്തോളം ടൈം നമുക്ക് ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തതിലൂടെ കവർ ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം ഞാൻ മുന്നേ ഫസ്റ്റത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം നിങ്ങളുടെ ഒരു 90% ടൈം നമുക്ക് യൂസ് ചെയ്തിട്ട് ഫാസ്റ്റ് ആക്കി എടുക്കാം എന്നുള്ളത്. സോ അത് പോസിബിൾ ആണെന്ന് മനസ്സിലായോ? വെറും വാക്കല്ല എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണെന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, സോ ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇതും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആണോ? ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നേരെ ലിങ്കിൽ ഓപ്പൺ ആക്കിയാൽ മതി. സോ അതിൻ്റെ ലിങ്കും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കയറിയാൽ മതി. സോ അതിലും എന്ത് ഡൗട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെയും സ്ക്രീൻ റെക്കോർഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഈ പറഞ്ഞതും ക്ലിയർ ആണോ? ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നുള്ളത്, നമ്മുടെയൊക്കെ ChatGPT എടുത്താൽ നമുക്ക് കിട്ടുന്നുണ്ടാവുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ
നമുക്ക് ChatGPT എടുത്താൽ നമ്മളതൊക്കെ കാണാം. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. സോ നമ്മുടെയൊക്കെ ChatGPT എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകുക ഈ ഒരു ഇന്റർഫേസ് മാത്രമായിരിക്കും. ഈവൻ ഫോൺ എടുത്താലും അല്ലെങ്കിൽ സിസ്റ്റം എടുത്താലും നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു ഇന്റർഫേസിലുള്ള മോഡലാണ് നിങ്ങളുടെ എൻ്റെയൊക്കെ ChatGPT കാണുക. ഓക്കെ, സോ ഇതിലേക്ക് നമുക്ക് PDF അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു PDF എടുത്ത് സോ ആ PDF വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ലാസ്റ്റ് ഇയറത്തെ ഇപ്പം എക്സാം വരാൻ പോവുകയാണ്. സോ ആ ഡിഗ്രി സ്റ്റുഡൻസിനാണ് എക്സാം വരാൻ പോവാണ്, സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ. സോ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ കൊല്ലത്ത് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. സോ അതിൻ്റെ ആൻസേഴ്സ് കിട്ടണം. നിങ്ങൾ എന്താ ചെയ്യുക? ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടാൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. സോ അതിൻ്റെ ആൻസറുകൾ കിട്ടാൻ എന്താ ചെയ്യാറുള്ളത് നോർമലായിട്ട്? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യോ? ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാറുള്ളത്? ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഓക്കെ ഓക്കെ. സോ ആ ഒരു PDF നമുക്ക് ChatGPT കൊടുത്ത് ChatGPT കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതായത് നമുക്ക് നേരെ ഈവൻ നിങ്ങൾ പോയി അടിക്കുന്നുണ്ടാവുക ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റ്മോസ്ഫിയറിൻ്റെ ആൻസേഴ്സ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി അടിക്കുക. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് കുറേ സൈറ്റുകൾ കിട്ടും, കുറേ ലിങ്കുകൾ കിട്ടും. സോ അങ്ങനെ ഓരോ ഇതിലേക്ക് കയറും. അതിലൊക്കെ കുറേ ഒന്നെങ്കിൽ പെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് ഡാറ്റാസ് കിട്ടൂല. ഇങ്ങനെ കുറേ എന്താ പറയുക, ചിന്നി ചിതറി കിടക്കുന്ന പോലെ ഒരുപാട് ഡാറ്റാസ് കയ്യിലുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഈ ഒരു ഇഷ്യൂസ് അല്ല എല്ലാവരും ഫേസ് ചെയ്യാറുള്ളത്. ഈ ഒരു ഇഷ്യൂസ് നമുക്ക് മാറ്റാം. ഓക്കെ, സോ നമ്മളിവിടെ നമ്മളെ ChatGPT-യിലേക്ക് നമ്മൾ PDF അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ പോവാം. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ഇതിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സോ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. സോറി, സോ ഈ ലിങ്കിൽ കയറുക, നേരത്തെ ചെയ്ത അതേ സെറ്റപ്പ് മാത്രം ചെയ്താൽ മതി. ആഡ് ക്രോംപ്റ്റ് കൊടുക്കുക, ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കാം. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാലത്തെ റിസർച്ചിന് ശേഷം കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ സംഭവങ്ങളൊക്കെ. മാർക്കറ്റിൽ ഇതുപോലത്തെ ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും പക്ഷേ കറക്റ്റായിട്ട് റിസൾട്ട് അല്ലെങ്കിൽ ഡാറ്റാസ് കിട്ടുന്ന ടൂളുകൾ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഡാറ്റ കിട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ കണ്ടോ, ഞാനിവിടെ നേരെ എനേബിൾ ചെയ്തു. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ടു ക്രോം മാത്രം അടിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ ഈ ഒരു മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ഐക്കൺ കാണാൻ പറ്റും, ഒരു ലെറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിന്, ഒരു പാഡിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും, ഒരു പസിലിൻ്റെ. സോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ ജസ്റ്റ് ഇവിടെ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷനുകളൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നിർബന്ധമല്ല. സോ ദെൻ എന്താക്കുക, ChatGPT എടുക്കുക, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഒരു PDF അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെ വന്നത്. സോ ഇവിടെ കണ്ടോ, സോ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ കയ്യിലുള്ള PDF-കൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക, അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. സോ ഇതിലാരെങ്കിലും കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യോ? ഇപ്പം കറൻ്റ്ലി ആയിട്ട് ആരുടെങ്കിലും കയ്യിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ? സോ ഈ സാധനങ്ങളൊക്കെ നമുക്ക് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. മാക്സിമം നല്ല രീതിയിൽ ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു വർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടുക സിസ്റ്റംസ് യൂസ് ചെയ്യുമ്പോഴാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ കിട്ടാൻ പറ്റും. അതിനുള്ള ആപ്ലിക്കേഷൻ ഏതാ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നാളത്തെ സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കറക്റ്റ്, അതായത് റിയൽ ടൈം ഡാറ്റാസ് എടുക്കാനും PDF അപ്ലോഡ് ചെയ്യാനും ഇതിന് നമുക്ക് ഗൂഗിളിൻ്റെ ബാഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിനുള്ള ഡീറ്റെയിൽസ് നമുക്ക് നാളെ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷനിൽ ഇതാണ് നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ആരുടെങ്കിലും കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും PDF-കൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ നമുക്കതിൻ്റെ റിസൾട്ട് ഒന്ന് എടുക്കാമായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് കാണുന്നില്ല. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോയെന്നുണ്ടായിരുന്നത്. സോ ഈ സാധനം ഇത് ഞാൻ അതായത് ChatGPT യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആൻസർ ഷീറ്റാണ്. ഏകദേശം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇവിടെ കണ്ടോ, ഹിയർ ദ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് കറസ്പോണ്ടിങ് മാർക്സ്. അതായത് നമ്മളെടുത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്താക്കുക, നേരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ChatGPT-യോട് പറയാം ഇതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ ആൻസേഴ്സ് എന്താക്കുക, ഒരു യൂണിവേഴ്സിറ്റി ടീച്ചർ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണോ നോക്കുമ്പോൾ മാർക്ക് ഇടുന്നുണ്ടാവുക ആ ഒരു ഫോർമാറ്റിൽ അതിൻ്റെ റിസൾട്ട് ആൻസേഴ്സ് ആ ഒരു മാർക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് തരാൻ പറയാം. ഇപ്പോൾ 1 to 5-ൽ 5 മാർക്കാണെങ്കിൽ ആ 5 മാർക്കിൽ തരാൻ പറയും. ഇവിടെ 1 to 6 വരെ 12, 15 വരെ 3 പോയിൻറ്റ്സിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഞാനിവിടെ 3 മാർക്കിന് എങ്ങനെയാണോ എഴുതേണ്ടത്, എത്ര മാർക്ക് എത്ര പോയിൻറ്റ്സ് എഴുതിയാണോ 3 മാർക്ക് ഇട്ട് തരിക, അതിലുള്ള മെയിൻ പോയിൻറ്റ്സ്. സോ ആ ഒരു ടൈപ്പിൽ റിസൾട്ട് തരാൻ ഞാൻ ഇവിടെ പറഞ്ഞു. സോ എനിക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റാസ് കണ്ടോ, 3 മാർക്ക് DAVP എന്താണ്, അതിനൊരു 3 മാർക്കുള്ള കണ്ടന്റ് ഇവിടെ തന്നിട്ടുണ്ട്. സോ വിത്ത് എക്സാമ്പിൾ അടുക്ക് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു സെക്ഷനായിട്ട് ഞാൻ ഇവിടുത്തെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സോ 6 മാർക്കിന് എന്തൊക്കെയാണ് എഴുതേണ്ടത്, അതിലേക്കുള്ള പോയിന്റ്സുകൾ എന്തൊക്കെ കൊടുക്കണം. സോ അതിവിടെ കിട്ടിയത് കണ്ടോ, കണ്ടില്ലേ? 6 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിലൂടെ എടുക്കാൻ പറ്റും. സോ ഈ ഒരു PDF ഉണ്ടാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മാത്രം റിവൈൻഡ് ചെയ്തിട്ട് പഠിച്ചു പോയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വിത്ത് ദ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ആ ഒരു PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ദെൻ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക, ഒരു PDF ആക്കി മാറ്റുക, പോയിന്റ് വൈസ് ആക്കിയിട്ട് എടുക്കുക. പാരഗ്രാഫ് എടുക്കുന്നതിൽ നല്ല പോയിന്റ് വൈസ് ആക്കി എടുത്താൽ നിങ്ങൾക്ക് എപ്പോഴും ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാൻ പറ്റും. അതായത് എക്സാമിന് കയറുന്നതിൻ്റെ മുന്നേയും നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താക്കുക, PDF എടുത്ത് നിങ്ങൾക്ക് എപ്പോഴും നോക്കാൻ പറ്റും. സോ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോയാൽ മാത്രം പോരാ, എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, വർക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ദെൻ കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ക്ലിയർ ആണോ? നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ടൂളുകളും ക്ലിയർ ആണോ? സോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ ടൂളുകളും ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ കമൻറ്റ് ചെയ്തേ.
ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ ഓക്കെ. സോ ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കിട്ടേണ്ട ഡാറ്റാസ് ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനത്തെ അറിയേണ്ട ഡാറ്റാസ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇനിയും കൂടുതലായിട്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ ഇനിയും കുറച്ച് കാര്യങ്ങളോട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സാധനോടും പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു, അതുകൂടി അറിഞ്ഞാൽ എൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിൽ എൻ്റെ വർക്കിന് അത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയ ഡാറ്റാസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ? സോ നിങ്ങളുടെ ഡൗട്ടിലൊക്കെ ക്ലിയർ ചെയ്ത് ചോദിക്കാം. നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് പോവാം. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇനി ആർക്കെങ്കിലും ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് ഇനി കൂടുതൽ കിട്ടേണ്ടതായിട്ടുണ്ടോ? സോ ചാറ്റ് ജി പി ടിൻ്റെ സെക്ഷൻ നമുക്ക് ഇന്നത്തോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യും. നാളെ നമ്മൾ ബാർഡിലേക്കാണ് കയറുന്നുണ്ടാവുക. ഓക്കെ. സോ ചാറ്റ് ജി പി ടിയിൽ ഇനി കൂടുതൽ അറിയേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ടോ? വേറെ ഏതെങ്കിലും ടൈപ്പ് ഡാറ്റാസ് എടുക്കുന്നതോ അല്ലെങ്കിൽ റിസർച്ച് എടുക്കുന്നതോ അനലൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പിലുള്ള നിങ്ങളുടെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടതോ ഏതെങ്കിലും രീതിയിലുള്ള സാധനം എടുക്കാൻ പറ്റുന്നത്? ചാറ്റ് ജി പി ടിയുടെ 3.5 യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. ചാറ്റ് ജി പി ടിയുടെ ഡാലി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ. സോ ഇമേജ് ജനറേഷൻ്റെ ടൂളുകൾ നമുക്ക് ലാസ്റ്റ് ഒരു ഗസ്റ്റിനെ കൊണ്ടുപോയിട്ട് തന്നെ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ടാവും. മന്ത്ലി 1 ലാഖിന് മുകളിലായിട്ട് എ യൂസ് ചെയ്തിട്ടും അല്ലാതെയും ആർട്ടിസ്റ്റിലൂടെ വരച്ച് നേടിയിട്ടുള്ള ഒരു ഗസ്റ്റ് ഉണ്ട്. സോ അദ്ദേഹത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ കിട്ടുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണലി അവരെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. ഇമേജ് ജനറേഷൻ്റെ ടൂളുകളെ കുറിച്ചും ഫ്രീ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൂളുകളും പെയ്ഡ് ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതും നമുക്ക് ആ ഒരു സെക്ഷനിൽ കവർ ചെയ്യാം. ലാസ്റ്റ് ഡേത്തെ സെക്ഷനിലായിരിക്കും ഇമേജ് ജനറേഷനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുന്നുണ്ടാവുക. ഓക്കെ. സോ വേറെ എന്താ ക്ലിയർ ചെയ്യാനുള്ളത്? ഇനി എന്തെങ്കിലും? ഓക്കെ, താങ്ക് യു. സോ ദെൻ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടേണ്ടതുണ്ടോ? ഷിഫ, റസീന, ഷഹാന, റിഫ, നന്ദിത, ഐഷസന, ഒരുപാട് പേരുണ്ട്, പ്രണവ്. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്റ്റീവ്, സാർ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്, എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ അല്ല എല്ലാവർക്കും? ഇനി ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യേണ്ടതുണ്ടോ? മീൻസ് ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു തരേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുകൂടിയും പറയേണ്ടതായിട്ട് തോന്നി എന്തെങ്കിലും? സോ അതുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഓക്കെ. സോ ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഞാൻ ഇതിൻ്റെ റെക്കോർഡ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ചെയ്ത് നോക്കുന്ന ടൈമിന് ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് അതിൽ ഒരു എറർ കാണിക്കുന്നുണ്ട്. ഏത് യൂസ് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. എന്താ കാണിക്കുള്ളത്? Could not send message to extension. Please make sure APRM for ChatGPT extension is installed and enabled. ഓക്കെ, അതിൽ എന്തെങ്കിലും സെറ്റിങ്സ് ഇതാക്കി പോയിട്ടുണ്ടാവും. ഒന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് ഒന്നെടുത്ത് ഷെയർ ചെയ്താൽ മതി വാട്സപ്പിൽ. ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടത്. ഓക്കെ, ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് എന്താ ശരി എറർ എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ. ശരി ശരി. നിങ്ങളതൊന്ന് ചിലപ്പോൾ ഗൂഗിളായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ടാവും. സോ ആ ഒരു അതായത് ആ ചാറ്റ് ജി പി ടിയെ ചിലപ്പം ആ മെയിൽ ഐ ഡിയിൽ തുറന്നിട്ടില്ലെങ്കിൽ അത് കിട്ടുന്നുണ്ടാവില്ല. ആ ഒരു മെയിൽ ഐ ഡി തന്നെ നിങ്ങളെ ചാറ്റ് ജി പി ടി ഓപ്പൺ ആയിരിക്കണം. അതിൽ ഓപ്പൺ ആണോ? അതുകൊണ്ടാണോ? മെയിൽ ഐ ഡി തന്നെ ഓപ്പൺ ചെയ്തേക്കണം. ഓക്കെ. വേറെ എന്താ എറർ എന്നുള്ളത് ഞാൻ ഒന്ന് വാട്സപ്പ് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ. സോ അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാലായിരിക്കും എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. സോ അന്നപ്പം എറർ വരാണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. സോ വേറെ എന്തെങ്കിലും ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ മൊഡ്യൂൾ നമുക്ക് ഷെയർ ചെയ്യാണ്ടായിരുന്നത്. സോ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എങ്ങനെയാണ് ഡാറ്റാസ് എടുക്കേണ്ടതും കണ്ടന്റുകൾ എടുക്കേണ്ടതും യൂട്യൂബ് വീഡിയോസ് സമ്മറൈസ് ചെയ്തെടുക്കേണ്ടതും PDF കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടോ? സോ അതായത് ഈ സാധനങ്ങളൊന്നും ബാക്കി സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന into Wix Studio. നിങ്ങളുടെ ഏരിയയിലോ സ്റ്റുഡൻസ് ഒന്നും ചിലപ്പം ഇതൊന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. സോ ആ ഏരിയകൾക്കൊക്കെ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന ടൈമിന് നിങ്ങൾക്ക് അത്രത്തോളം ഫാസ്റ്റായിട്ട് അവരെക്കാട്ടിലും കൂടുതൽ ഡാറ്റാസ് അല്ലെങ്കിൽ വർക്കുകൾ കൂടുതലായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ ഏകദേശം ഒരു 11 മണിക്കൂർ 39 മിനിറ്റ് 20 സെക്കൻഡുള്ള വീഡിയോൻ്റെ കണ്ടന്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു 11 മണിക്കൂർ കാണാതെ ആ വീഡിയോസ് ഫുള്ളായിട്ട് തീർക്കാണ്ട് ഇവിടെ കണ്ടന്റ് തന്നെ സൈഡ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു 11ാമത്തെ മിനിറ്റിൽ എന്താണ് And for some പറയുന്നത്? reason, the window സോ ദെൻ നിങ്ങൾക്ക് എത്രാമത്തെ മിനിറ്റിൽ ഇതാ 7 മണിക്കൂറിൽ 39 മിനിറ്റിൽ എന്താണ് പറയാനുള്ളത്? സോ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് കാണാൻ പറ്റും. സോ അതുപോലെ have തന്നെ അതിൽ പറയുന്നിട്ടുള്ള ഡാറ്റാസിന് നമുക്ക് എന്താക്കാം, സമ്മറൈസ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇവിടെ 10 പോയിന്റ്സ് സെറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിത് 10 പോയിന്റ്സിലായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് മാത്രമാക്കിയിട്ടുള്ളത് ഇവിടെ തന്നത് കണ്ടോ, എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കണ്ടില്ലേ? അതായത് ബാക്കിയുള്ളവർ ഇത്രയും മണിക്കൂർ കേട്ട് ടൈം സ്പെൻഡ് ചെയ്ത് തീർക്കുന്ന ടൈമിന് നിങ്ങൾക്ക് ഇതും കണ്ട് അടുത്തതും കണ്ട് ഒരു 10, 20, 30 ഇരട്ടി സാധനങ്ങൾ യൂസ് ചെയ്ത് കിടന്നുറങ്ങാൻ പറ്റും. നിങ്ങളോട് ഒരു വർക്ക് തരാണ്, ഒരു മണിക്കൂറിലെ വീഡിയോസ് കണ്ടിട്ട് അതിലുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എഴുതിയിട്ട് നിങ്ങളോട് ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ പറയുകയാണ്, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറയാം. ഒരു മണിക്കൂറിലെ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ കുത്തിരുന്ന് ഇതിന് ടൈം കൊണ്ട് അതിലെ മെയിൻ ഇമ്പോർട്ടൻസ് മാത്രം ChatGPT കൊടുത്തിട്ട് ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് സബ്മിറ്റ് ചെയ്ത് പോയി കിടന്നുറങ്ങി എങ്ങനെ ഉണ്ടാവും? അത്രയും ടൈം ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. 5 മിനിറ്റ് വേണ്ട. കണ്ടില്ലേ? സോ ഇതൊക്കെയാണ് ChatGPT പോലത്തെ ടൂളുകളുടെ ഒക്കെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഈ സാധനങ്ങളൊക്കെ ഫസ്റ്റിൽ അഡാപ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടാവുക. ഇൻ ഫ്യൂച്ചർ ഈ സാധനങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല. ഇവരൊക്കെ ഇത് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർത്ത് കാണുമ്പം അവരൊക്കെ ആ ഒരു രാത്രി അല്ലെങ്കിൽ ഈ അസൈൻമെൻറ്റ് എഴുതാനോ സെമിനാർ എഴുതാനോ ടൈം തീർക്കായിരിക്കും. ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇത് എഴുതി തീർത്ത് അടുത്തതും എഴുതി തീർച്ച് വേണമെങ്കിൽ ഇൻസ്റ്റ കണ്ട് കുത്തിരിക്കുക. സോ ഉണ്ടല്ലേ? സോ അത്രത്തോളം ഫാസ്റ്റായിട്ട് നമ്മളുടെ ലൈഫിനെ തന്നെ അത്രയും സ്മൂത്തായിട്ട് അത്രത്തോളം ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാൻ ഇതുപോലത്തെ ടൂളുകൾ അല്ലെങ്കിൽ ടെക്നോളജി അപ്ഡേറ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതായിരുന്നു നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ കവർ ചെയ്യാണ്ടായിരുന്നത്. സോ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? സോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് ഓക്കെ ഇട്ടാൽ നമുക്ക് എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ അല്ലാത്തവർക്ക് ഓക്കെ അല്ല എന്ന് തന്നെ പറയാം. നമുക്കത് ക്ലിയർ ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുന്നുണ്ടാവുക. കാരണം നിങ്ങളാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളാണ് ഇവിടെ റിട്ടേൺ ഉണ്ടാക്കി എടുക്കേണ്ടത്. സോ നിങ്ങൾ മാക്സിമം എൻഗേജിങ് ആക്കുക, നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കുക. എന്നാലേ എനിക്ക് കൂടുതൽ പഠിക്കാനും നിങ്ങൾക്കും കൂടുതൽ പഠിക്കാനും എനിക്ക് കൂടുതൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. സോ ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നാളെ നമ്മുടെ ബാഡിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നുള്ളത്. സോ ബാഡ് എങ്ങനെ യൂസ് ചെയ്യാം, അതിലുള്ള കണ്ടന്റുകൾ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം, ബാഡിൽ നമുക്ക് ലിങ്കുകൾ എടുക്കാൻ പറ്റും, ഇമേജുകൾ കിട്ടും. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം, ഈ സാധനങ്ങളൊക്കെ നമുക്ക് നാളത്തെ സെക്ഷനിൽ കവർ ചെയ്യാം. സോ ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. സോ നമുക്കത് ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. സോ ഇതെല്ലാവരും ഒന്ന് ലാപ്ടോപ്പ് സിസ്റ്റംസ് കയ്യിലുള്ളവർ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ ഡൗട്ട് വരികയാണെങ്കിൽ മെസ്സേജ് അയക്കുക, സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സോ നാളേക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആരെങ്കിലും അയച്ചു തന്നാൽ നമുക്കതും നാളത്തെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. ഞാൻ കിട്ടുകയാണെങ്കിൽ അതും ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നു. സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ വൺസ് അഗെയിൻ താങ്ക് യു. നമുക്ക് നാളെ കാണാം. നാളെ രാത്രി 8 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് ഓൾ.